ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയ സഹോദരിമാർക്കും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. കുടുംബജീവിതത്തെ സംബന്ധിച്ചും ഉള്ള 3ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കുടുംബത്തിന്റെ അടിസ്ഥാനമായ വിവാഹം, അതിന്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു നമ്മൾ 1ാമത്തെ ക്ലാസ്സിൽ കേട്ടത്. 2ാമത്തെ ക്ലാസ്സിൽ വിവാഹം ഇണയും തുണയും എന്ന വിഷയത്തിൽ ലില്ലിയാൻഡി സംസാരിച്ചത് നമ്മൾ കേട്ടു. കുടുംബജീവിതത്തിൽ നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഈ ക്ലാസ്സുകൾ നമ്മളെ സഹായിച്ചെന്ന് വിശ്വസിക്കുന്നു. ദൈവപദ്ധതികളെ തകർക്കുക എന്നതാണ് സാത്താന്റെ എന്നത്തെയും ലക്ഷ്യം. അപ്പോൾ കുടുംബങ്ങളെ തകർത്തു കഴിഞ്ഞാൽ അതിലൂടെ സഭയെയും സ്വാധീനിക്കാൻ കഴിയുമെന്ന് സാത്താന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പണ്ട് ഹവ്വായെ ചതിച്ചതുപോലെ, വളരെ എളുപ്പത്തിൽ ചതിച്ചതുപോലെ തന്നെ ഒരു കുടുംബത്തിന്റെ ശിഥിലീകരണത്തിനായിട്ട് സാത്താൻ നമ്മളെ ഒരു ഉപകരണങ്ങളാക്കി മാറ്റാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവന്റെ തന്ത്രങ്ങളിൽ പെട്ട് കുടുങ്ങി പോകുവാൻ ഇടവരുത്തരുത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധയോടുകൂടെ നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ കുടുംബജീവിതം കർത്താവിൽ ഏറ്റവും സന്തോഷവുമായിട്ട് കർത്താവ് ആഗ്രഹിച്ച പ്രകാരം പൂർത്തീകരിക്കുന്നതിനായിട്ട് നമുക്ക് ഈ ക്ലാസ്സുകളെല്ലാം ഉപയോഗപ്രദമാകട്ടെ. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ റോൾ ഓഫ് ഫാമിലി ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്, കുടുംബത്തിന്റെ പ്രസക്തി ദൈവരാജ്യത്തിൽ എന്നതാണ്. ഈ വിഷയത്തെ പറ്റി നമ്മളോട് സംസാരിക്കാനായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്ന സിസ്റ്റർ മോളി ജോസഫിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആന്റി സംസാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാതോർത്തിരിക്കാം. ആ വിഷയങ്ങളെല്ലാം കേട്ട് കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഇടയാകണം. നമുക്കതിനായിട്ട് ശ്രദ്ധയോടെ ഇരിക്കാം. മോളി ആന്റീനെ ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാ സഹോദരിമാർക്കും എന്റെ സ്നേഹവന്ദനം. ഷീന സഹോദരി പറഞ്ഞതുപോലെ മാസം തോറും ആദ്യത്തെ തിങ്കളാഴ്ചകളിലാണ് ഈ ക്ലാസ്സുകൾ നടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ് കഴിഞ്ഞു. ഇന്ന് 3ാമത്തെ ക്ലാസ് 1-ാം തീയതി തന്നെ ആയിപ്പോയി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഏതായാലും ദൈവം നമ്മളെ ഇങ്ങനെ കൂട്ടിവരുത്തിയതിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ദൈവരാജ്യത്തിൽ കുടുംബത്തിന്റെ പ്രസക്തി എന്നതാണ്. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് വരുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ ദൈവരാജ്യം എന്ന് കേൾക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്, അതോ ഒരു രാജ്യം, ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഒരു രാജ്യം വേണം, അതിന് രാജ്യമാകുമ്പോൾ അതിനൊരു അതിർത്തി കാണും. അങ്ങനെ 4 അതിർത്തിയുള്ള ഒരു സ്ഥലത്തെയാണോ നമ്മുടെ മനസ്സിലുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ തമ്മിൽ കൂടി വരുമ്പോൾ അങ്ങനെ പറഞ്ഞ് ഡിസ്കഷൻ പോലെ ഇതാക്കുമായിരുന്നെങ്കിൽ കൂടുതൽ നന്നായിരുന്നെന്ന് എനിക്ക് തോന്നി. ഏതായാലും ഏതൊരു രാജ്യത്തിനും ഒരു അതിർത്തിയും ഒരു രാജാവും അതിൽ പ്രജകളും ഒക്കെ ഉണ്ടാവുമല്ലോ. എന്നാല് ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടാവും. കർത്താവിനെ യഹൂദന്മാരുടെ രാജാവ് എന്നുള്ള കുറ്റം ചുമത്തി പീലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ പീലാത്തോസ് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അതെ, ഞാൻ രാജാവാകുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞു. ഐഹികമല്ല എന്ന് പറഞ്ഞാൽ നോട്ട് ഓഫ് ദിസ് വേൾഡ് എന്നാണ്. ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന പോലെയുള്ള ഒരു രാജ്യമല്ല എന്റെ രാജ്യമെന്ന് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ റോമാലേഖനത്തിൽ പൗലോസ് ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പൗലോസ് പറയുന്നത് റോമർ 14:17 വാക്യം നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. അപ്പൊ അവിടെയും ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ഭൗതികമായ തലത്തിലുള്ള കാര്യമല്ല, അതൊരു ആത്മീയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭക്ഷണവും പാനീയവുമല്ല, പക്ഷേ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിനുമാണ് അവിടെ പ്രാധാന്യം. അതുപോലെ കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അവിടെയും ദൈവരാജ്യത്തെ കുറിച്ചുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത്. നിന്റെ രാജ്യം വരേണമേ എന്ന് പറഞ്ഞു. നിന്റെ രാജ്യം വരേണമേ എന്ന് പറയുമ്പോൾ അതൊരു തുടർമാനമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമായിട്ടാണ്
അവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തത്. നമുക്കറിയാം അവരെല്ലാവരും ദൈവരാജ്യത്തിന് വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നവരാണ്. അപ്പൊ അവര് പ്രതീക്ഷിച്ച ദൈവരാജ്യം ഒരു ഭൗതികമായ ദൈവരാജ്യമായിരുന്നു. അതുകൊണ്ടായിരിക്കാം കർത്താവ് വീണ്ടും ആ പ്രാർത്ഥനയിൽ പറയുന്നു, അതിന്റെ ഒരു വിശദീകരണം എന്ന പോലെ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അപ്പൊ അതാണ് ദൈവരാജ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർത്താവിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തില് നടക്കുമ്പോൾ ആ അവസ്ഥയ്ക്കാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ഒരിക്കൽ പരീശന്മാര് കർത്താവിനോട് ചോദിച്ചു, ദൈവരാജ്യം എപ്പോൾ വരും? അപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്. ഇതാ ഇവിടെയെന്നോ അത് അവിടെയെന്നോ പറയുകയില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നാണ് കർത്താവ് ഉത്തരം പറഞ്ഞത്. അപ്പൊ അവിടെയും ദൈവരാജ്യം ഒരു ഭൗതികമായ കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതൊരു ഫിസിക്കൽ, നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന ഒരു രാജ്യമല്ല. പക്ഷേ അത് നിങ്ങളുടെ നടുവിൽ തന്നെ ഉണ്ട്, നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്തായിരിക്കും ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിക്കുന്നത്, രാജാവായ ഞാനിവിടെയുണ്ട്, എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന കുറെ ആളുകളും എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ദൈവരാജ്യം ഇവിടെ ഉണ്ട്. ഈ ദൈവരാജ്യത്തിൽ എങ്ങനെയാണ് പ്രവേശിക്കുക എന്നുള്ളത് കർത്താവ് നിക്കോദോമസിനോട് സംസാരിക്കുമ്പോൾ പറയുന്നത് നമ്മൾക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലുള്ള ആ ഡയലോഗ്, സംഭാഷണം നമുക്ക് ഏവർക്കും പരിചയമാണ്. പുതുതായി ജനിക്കുന്ന വഴിയാണ് ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. നിക്കോദോമസിന് അതൊരു പുതിയ കാര്യമായിരുന്നു, പുതിയ അറിവായിരുന്നു, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവരെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ദൈവരാജ്യം മറ്റൊന്നായിരുന്നു. പക്ഷെ ഇതൊരു ആത്മീക അനുഭവമാണെന്ന് കർത്താവ് നിക്കോദോമസിന് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, കർത്താവിന്റെ ഭരണത്തിന് കീഴെ ആയിരിക്കുന്ന ഒരു അവസ്ഥ, അതിനാണ് ദൈവരാജ്യമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ദൈവം സർവഭൂമിക്കും രാജാവാണ്. ദൈവം ജാതികളെ ഭരിക്കുന്നവനാണ്. തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്ന സർവശക്തനായ ദൈവമാണ്. ഇതെല്ലാം നമ്മൾ സങ്കീർത്തന പുസ്തകങ്ങളിൽ ധാരാളം പ്രാവശ്യം ആവർത്തിച്ച് വായിക്കുന്നുണ്ട്. കർത്താവ് വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ എന്നാണ് സങ്കീർത്തനകാരൻ പറയുന്നത്. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ, ദൈവവചനം ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ, ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെ ഈ ദൈവരാജ്യം എന്നുള്ള ആശയം ഇടകലർന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. മഹാരാജാവായ ദൈവം തന്റെ ആ വാഴ്ചയില് പങ്കാളികളാകാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ. അതുകൊണ്ടാണ് മറ്റ് ജീവജാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട്, എല്ലാ സൃഷ്ടിയിൽ നിന്നും വ്യത്യസ്തമായിട്ട്, തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും തന്റെ മുദ്ര എന്ന പോലെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയത്. മനുഷ്യന്റെ സൃഷ്ടിയുടെ വിവരണം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് വളരെ പരിചിതമുള്ളതാണ്. ദൈവം പറഞ്ഞു, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിമേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിമേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികളിന്മേലും സകല ഭൂചര ജന്തുക്കളിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. അപ്പൊ ഇവിടെ 2-3 പ്രാവശ്യം ആ ഒരു വാഴ്ചയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ കർത്താവാണ് ഈ ഭൂമിയിൽ വാഴുന്നവൻ. എന്നാൽ ആ വാഴ്ചയിൽ സഹകാരികളാകുവാൻ, പങ്കാളികളാകുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത്. രാജാക്കന്മാര് രാജ്യങ്ങളെയൊക്കെ യുദ്ധം ചെയ്ത് ജയിച്ചടക്കുമ്പോ പണ്ട് അവരുടെ പ്രതിമകൾ ഉണ്ടാക്കി ആ രാജ്യങ്ങളിലൊക്കെ സ്ഥാപിക്കും എന്ന് പറഞ്ഞ പോലെ ദൈവം താൻ ചമച്ച ഈ ഭൂമിയിൽ
തന്റെ സാദൃശ്യമുള്ള മനുഷ്യരെ കൊണ്ട് നിറയണം എന്നാണ് ആഗ്രഹിച്ചത്. അവർ അതിനെ അടക്കി വാഴണം എന്നാണ് ദൈവം കൽപ്പിച്ചത്. നമുക്കറിയാം, ആ ദൗത്യം ഒരു കുടുംബത്തെയാണ് ദൈവം ഏൽപ്പിച്ചത്. കുടുംബത്തിന്റെ പ്രാധാന്യമാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവിക ഗുണങ്ങളെ പ്രതിഫലിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഒരു കുടുംബത്തിന് ദൈവരാജ്യത്തിലുള്ളത്. ദൈവിക ഗുണങ്ങൾ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ പല ആട്രിബ്യൂട്ട്സും നമ്മൾ അത് റിഫ്ലക്ട് ചെയ്ത് ഈ ലോകത്തിൽ കാണിക്കണമെന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാല് തന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക എന്നതാണ്. സകലവും ദൈവം വളരെ ഉത്തമമായിട്ട്, വളരെ മനോഹരമായിട്ട്, ഏറ്റവും നന്നായി സൃഷ്ടിച്ചുവെങ്കിലും ആ ഉത്തമ അവസ്ഥ അധികം നീണ്ടില്ലെന്ന് നമുക്കറിയാം. അതിന് കാരണം മഹാരാജാവായ ദൈവത്തിനും ഒരു എതിരാളി ഉണ്ടായിരുന്നു. ആ ശത്രുവിന് ദൈവത്തിന്റെ പരിപാടി തകർക്കുക എന്നാണ് ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നത്. ദൈവത്തിന്റെ ഭരണത്തെ താറുമാറാക്കുക. ആ ലക്ഷ്യത്തോടെയാണ് പിശാച് പ്രവർത്തനം നടത്തിയത്. ദൈവരാജ്യത്തിന് പാരലായിട്ട് അവന്റെ രാജ്യവും ഉണ്ട്. അതുകൊണ്ട് തന്നെ പിശാച് ഒരു പാമ്പിന്റെ രൂപത്തില് ദൈവത്തിന്റെ കൽപ്പനകളെ ചോദ്യം ചെയ്ത് ആദ്യത്തെ മനുഷ്യനും സ്ത്രീക്കും ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസവും ആശ്രയവും എല്ലാം പാറ്റിക്കളഞ്ഞ് അവരെ ദൈവത്തിനെതിരെ മത്സരിക്കുന്നവരാക്കി തീർത്തു. ആ മത്സരം തലമുറകളിലൂടെ വർദ്ധിച്ച് മനുഷ്യന്റെ ദുഷ്ടത ഏറ്റവും വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതും അത്രയെന്ന് കർത്താവ് കാണത്തക്ക വിധത്തിൽ അധംപതിച്ചു. കർത്താവിന്റെ ഹൃദയത്തിന് അത് ദുഃഖ കാരണമായി തീർന്നു. ഞാൻ സൃഷ്ടിച്ചുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയുമെന്ന തീരുമാനത്തിൽ ദൈവം എത്തി. എന്നാൽ അവിടെയും ദൈവം ഒരു കുടുംബത്തിനോട് കരുണ കാണിച്ചു. നമുക്കറിയാം, നോഹ സകല മത്സരികളെയും നശിപ്പിച്ച് ഒരു പുനർനിർമ്മാണം ചെയ്യാനായിട്ട് ദൈവം നോഹയെയും കുടുംബത്തെയും തിരഞ്ഞെടുത്തു. അനുസരണക്കേടിനാൽ ഏദൻ വിട്ടുപോയ മനുഷ്യരെ ആദമിനും ഹവ്വയ്ക്കും പകരമായിട്ട് അനുസരണമുള്ള ഒരു നോഹയെ രംഗത്ത് കൊണ്ടുവന്നു. ഉൽപ്പത്തി 9 നമ്മൾ വായിക്കുമ്പോൾ ഭൂമിയെല്ലാം നശിച്ചുപോയി. വീണ്ടും നോഹയും മക്കളും ആ പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആദിയിൽ ആദമനെ അനുഗ്രഹിച്ചതുപോലെ തന്നെയാണ് നോഹയെയും കുടുംബത്തെയും അനുഗ്രഹിക്കുന്നത്. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിൻ. നമ്മളത് ഉൽപ്പത്തി 9 അധ്യായത്തിൽ വായിക്കുന്നു. നിങ്ങളെയുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും സകല ഭൂചരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോ അവിടെ വീണ്ടും ഭൂമിയെ വാഴാനുള്ള കൽപ്പനയാണ് നോഹയെയും കുടുംബത്തെയും ദൈവം ഏൽപ്പിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, ചില തലമുറകൾ മുമ്പോട്ട് പോയപ്പോ മനുഷ്യന്റെ അഹങ്കാരവും മത്സരവും മൂത്തു. ദൈവം പറഞ്ഞതിനെതിരായിട്ട് നമുക്കൊരു പേര് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തില് ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാൻ അവർ ആരംഭിക്കുന്നു. നാം ഭൂതലത്തിൽ ഒക്കെയും ചിതറിപ്പോകാതിരിക്കാൻ ഒരു പട്ടണം ഉണ്ടാക്കാം എന്നാണ് അവർ ചിന്തിച്ചത്. ഭൂമിയിലെല്ലാം പോയി നിറയാനാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ അതിനെതിരായിട്ട് അവരുടെ ദൃഷ്ടിയിൽ ഉത്തമമായിട്ട് മെച്ചപ്പെട്ടതായിട്ട് അവർക്ക് തോന്നിയത് എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുന്ന ഒരു വലിയ പട്ടണം ഉണ്ടാക്കാമെന്നാണ്. പക്ഷേ ദൈവം ഇറങ്ങി വന്ന് അവരുടെ ഭാഷ കലക്കി അവരെ അവിടെ നിന്നും ഭൂതലത്തിലെങ്ങും ചിതറിച്ചു. അത് നമ്മൾ ഉൽപ്പത്തി 11 അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഭൂമിയിൽ എല്ലായിടത്തും ചിതറിപ്പോയ ജനം വീണ്ടും അവരവരുടെ മനോഭാവത്തിനും അവരവരുടെ മോഹങ്ങൾക്കും അനുസരിച്ച് ദൈവങ്ങളെ ഉണ്ടാക്കി ജീവിക്കാൻ തുടങ്ങി.
അങ്ങനെ ജീവിച്ചിരുന്ന ജനതയിൽ നിന്ന് കർത്താവ് വീണ്ടും അബ്രാഹാമിനെ തിരഞ്ഞെടുക്കുന്നു. അബ്രാം സാറായി എന്ന കുടുംബത്തെ തിരഞ്ഞെടുത്ത് അവരിലൂടെ തന്റെ പദ്ധതി മുമ്പിലോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, അബ്രാഹാമായി തീരുന്നു. അവിടെയും ദൈവം അബ്രാഹാമിനെ അനുഗ്രഹിക്കുന്നു. സകല ജാതികൾക്കും പിതാവാക്കി അവനെ തീർക്കുന്നു. മാത്രമല്ല, യാക്കോബിലൂടെ ഒരു രാഷ്ട്രത്തെ തനിക്കായി വേർതിരിച്ചു അതിന്റെ രാജാവായി തീരുന്ന ദൈവത്തെ നമുക്ക് കാണാം. ആ രാഷ്ട്രത്തിൽ ദാവീദിനോടും അവന്റെ കുടുംബത്തോടും സ്ഥിരമായ ഒരു ഉടമ്പടി ദൈവം ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. അവിടെ കർത്താവ് ദാവീദിനോട് പറയുന്നത്, നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എന്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനം എന്നേക്കും ഉറച്ചിരിക്കും. അങ്ങനെ ദാവീദിനോട് ഒരു ഉടമ്പടി ചെയ്ത് ദൈവം തന്റെ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അത് നമുക്കറിയാം. ഇപ്പോൾ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തു എന്ന സുവിശേഷത്തിലാണ് വന്നെത്തിയിരിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞത് ദൈവരാജ്യത്തിൽ കുടുംബങ്ങൾക്കുള്ള പങ്ക് എത്ര വലിയതാണെന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. ദൈവം എപ്പോഴും തന്റെ പരിപാടി ഓരോ കുടുംബത്തിലൂടെ നടത്തിയെടുത്തു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞ പോലെ ദൈവത്തിന്റെ ശത്രുവായ സാത്താൻ ഏദനിൽ തന്നെ കർത്താവിന്റെ പരിപാടിയെ തകർത്ത് കളയണമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് അവിടെ ഹവ്വയെ സ്വാധീനിച്ച് ആ പരിപാടി താറുമാറാക്കി. എങ്കിലും ദൈവം അവിടെ അവസാനിപ്പിച്ചില്ല. തന്റെ ശത്രുവിനോടും തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കിയ മനുഷ്യനോടും ഇടപെട്ടത് നമുക്ക് അവിടെ കാണാം. ദൈവത്തിന്റെ അധികാരവും വിശുദ്ധിയും നീതിയായ വിധിയും പാപത്തോടുള്ള സമീപനവും അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ സ്നേഹവും കരുതലും ആ ഇടപെടലിൽ നമുക്ക് പ്രകടമായി കാണാവുന്നതാണ്. പാപം ചെയ്ത ആദമിനെ ദൈവം കൺഫ്രണ്ട് ചെയ്യുകയാണ്. നേതൃത്വം ആയിരുന്നുകൊണ്ട് ആദ്യം ആദമിനോടും പിന്നെ ഹവ്വയോടും പാമ്പിനോടും എല്ലാം ദൈവം സംസാരിക്കുന്നു. പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാം എന്ന് ദൈവം അവിടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠമാണത്. അവർ പഴം പറിച്ച് തിന്നപ്പോഴേ ദൈവം എല്ലാം മനസ്സിലാക്കിയിരുന്നു. ഉടനെ തന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കായിരുന്നു. പക്ഷെ ദൈവം അങ്ങനെ ചെയ്തില്ല. പതിവ് പോലെ വെയിലാറുന്നത് വരെ കാത്തിരുന്നു. കർത്താവ് ക്ഷമിച്ചു. ഓരോരുത്തരെയും വിളിച്ച് സംസാരിക്കുകയാണ്. ആദമിനെ തനിയെ വിളിച്ച് ആദ്യം ചോദിക്കുന്നു, പിന്നെ ഹവ്വയെ, പിന്നെ പാമ്പിനെ. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ വീടുകളിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴും അല്ലാതെയൊക്കെ പല പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ എങ്ങനെയാണ് ആ പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കണം, കൺഫ്രണ്ട് ഇറ്റ്. പിന്നെ അതിൽ എവിടെയാണ് തെറ്റ് പറ്റിയതെന്നുള്ളത് തെറ്റ് ചെയ്തവരെ കൺവിൻസ് ചെയ്യിക്കുക, ബോധ്യപ്പെടുത്തുക. അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോൾ കൺഫസ് ചെയ്താൽ, അത് ഏറ്റുപറഞ്ഞാല് അവിടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ പ്രശ്നങ്ങളെ അതായ വഴിയിൽ അങ്ങ് വിട്ടുകളഞ്ഞാൽ അത് കൂടുതൽ വഷളത്വത്തിലേക്ക് നീങ്ങും. പക്ഷെ ദൈവത്തിന്റെ സ്വഭാവം അതല്ല. ദൈവം പ്രശ്നങ്ങളെ കൺഫ്രണ്ട് ചെയ്യുന്ന ദൈവമാണ്. അത് നമുക്ക് ദൈവരാജ്യത്തിൽ ആവശ്യമുള്ള ഒരു സ്വഭാവമാണ്. ഏത് തെറ്റിനും അതിൻ്റെതായ കോൺസിക്വൻസസ് ഉണ്ടെന്നും നമുക്ക് അവിടെ മനസ്സിലാക്കാം. അവരെ കൺഫ്രണ്ട് ചെയ്ത് ചോദിച്ചു, അവർ കാര്യങ്ങൾ പറഞ്ഞു. ദൈവം അവിടെ ക്ഷമിച്ച് അവരെ വിടുന്നില്ല. പാപത്തിന്റെ ശിക്ഷ അവർ ഏൽക്കേണ്ടി വരുന്നു. തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി. പക്ഷേ
തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് അവിടെ ഒരു മൃഗത്തെ അറുക്കുകയും അതിന്റെ തൊലി കൊണ്ട് അവർക്കൊരു ഉടുപ്പുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അത് ദൈവിക കരുതലിനെ കാണിക്കുന്നു. മാത്രമല്ല അവിടെ ആ തോട്ടത്തെ കാക്കുവാനായിട്ട് പിന്നീട് വാളുമായി കെരൂബുകളെ നിർത്തുകയാണ്. അത് ദൈവത്തിന്റെ വിശുദ്ധിയും പാപത്തെ എത്ര ഗൗരവമായി കാണുന്നു എന്നുള്ളതിനുള്ള ഒരു തെളിവാണ്. അപ്പൊ നമ്മൾ കുടുംബങ്ങളില് ദൈവിക ഗുണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും വചനം വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തമ്മിൽ സംസാരിച്ച് ദൈവിക ബോധം നമ്മളിൽ വളർത്തേണ്ടത് ആവശ്യമാണ്. അതിന് ഏറ്റവും പറ്റിയ സമയം കുടുംബ ആരാധനയാണ്, കുടുംബ പ്രാർത്ഥനയിലാണ്. വചനം വായിച്ച് നമ്മൾ വിശ്വസിച്ച് ഏറ്റുപറയുന്ന ദൈവം ആരാണെന്നും എങ്ങനെയുള്ളവനാണെന്നും കുഞ്ഞിലെ തുടങ്ങി മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. പാപം എന്താണ്, ദൈവം പാപത്തെ എത്ര കഠിനമായി ഗൗരവമായി കാണുന്നു എന്നൊക്കെ പറയാൻ പറ്റിയ അവസരങ്ങൾ നമുക്ക് ലഭിക്കും. ദൈവിക സ്വഭാവത്തിന്റെ പ്രകടനമാണ് 10 കൽപ്പനകൾ. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് പറഞ്ഞ ഭാഗ്യമൊഴികൾ. ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കാണെന്നും മുതിർന്നവരെ ബഹുമാനിക്കുന്നതിന്റെ പ്രാധാന്യം ഒക്കെ നമുക്ക് വീടുകളിൽ പഠിപ്പിക്കാൻ സാധിക്കും. അതെല്ലാം ആ 10 കൽപ്പനയിലുണ്ട്. അതുപോലെ സ്വയത്തിലല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നവരും സൗമ്യതയും കരുണയും ഹൃദയശുദ്ധിയും സമാധാനം ഉണ്ടാക്കുന്നവരുമായി സമൂഹത്തിൽ ജീവിക്കാൻ അങ്ങനെ ജീവിക്കുന്ന വഴി നമ്മുടെ കുടുംബങ്ങൾ ലോകത്തിന് വെളിച്ചവും ഉപ്പുമായി നിലകൊള്ളുവാൻ ഇടയാകും. ഈ ലോകത്തിന്റെ പ്രഭു, അന്ധകാരത്തിന്റെ അധിപതിയായവൻ ആണ് ഇന്ന് വാഴുന്നത്. പക്ഷേ അതിനിടയിൽ നമ്മുടെ കുടുംബങ്ങൾ ദൈവിക ഗുണങ്ങളെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് വെളിച്ചങ്ങളായി ജ്യോതിസുകളായി പ്രകാശിക്കുക എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. സദൃശവാക്യം 11-ാം അധ്യായം വായിക്കുമ്പോൾ അതിലൊരു ദുഷ്ടന്മാരും നീതിമാന്മാരും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം പോലെയാണ് ആ അധ്യായം. 10-11 വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു എന്ന് കാണുന്നു. അതുപോലെ നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു. ദുഷ്ടന്മാരുടെ വായു കൊണ്ടോ അത് ഇടിഞ്ഞു പോകുന്നു. ഇപ്പൊ ഒരു പട്ടണത്തെ സ്വാധീനിക്കാനായിട്ട് ഒരു നീതിമാന് സാധിക്കും. അത് നമ്മുടെ കുടുംബങ്ങളെ പരിപാലിക്കുന്ന വഴിയാണ്. 14-ാം വാക്യം പരിപാലനമില്ലാത്തിടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു എന്ന് വായിക്കുന്നു. 16-ാം വാക്യത്തില് സ്ത്രീയെ കുറിച്ച് അവിടെ എടുത്തു പറയുന്നുണ്ട്. ഈ 11 സദൃശവാക്യം 11-16 ലാവണ്യമുള്ള സ്ത്രീ മാനം രക്ഷിക്കുന്നു, വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു. അതെനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. സഹോദരിമാരായ നമുക്കുള്ള ഉത്തരവാദിത്തം അവിടെ എത്ര വലുതാണെന്ന് ഞാൻ ചിന്തിച്ചു. ലാവണ്യമുള്ള സ്ത്രീക്ക് ഗ്രേഷ്യസ് വുമൺ എന്നാണ്. നമ്മുടെ നല്ല സ്വഭാവങ്ങൾ നിലനിൽക്കുന്ന സ്വാധീനം കുടുംബത്തിലും സമൂഹത്തിലും വരുത്തും. അതുപോലെ തന്നെ നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്ന വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു എന്നാണ്. ധനത്തിൽ മാനം തേടുന്നവർക്ക് അത് താൽക്കാലികമാണ്. ദൈവത്തിന്റെ മാനം, ദൈവത്തിന്റെ മഹത്വം ഉയർത്തുന്നതാവട്ടെ നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമ്മളുടെ കുടുംബങ്ങൾ ഇന്ന് ലോകത്തിൽ ദൈവിക ഗുണങ്ങളെ പ്രദർശിപ്പിക്കുന്ന കുടുംബങ്ങളായി തീർന്നാൽ അത് വളരെയധികം ദൈവനാമ മഹത്വത്തിന് കാരണമാകും. ദൈവത്തെ അറിയാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെയുള്ള ദൈവമാണ് എന്ന് ദൈവം എങ്ങനെയുള്ളവനാണെന്ന് മനുഷ്യർക്ക് അറിയില്ല. നമ്മളുടെ കുടുംബജീവിതത്തിലുള്ള, നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള സ്വഭാവ വിശേഷതകൾ നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ കാണിക്കുന്നവയായി തീർന്നാൽ അത് സമൂഹത്തിന് വളരെ അനുഗ്രഹത്തിന് കാരണമാകും. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കുടുംബങ്ങൾ ശിഷ്യത്വ പരിശീലന കേന്ദ്രങ്ങളാകട്ടെ. ദൈവരാജ്യത്തിലേക്ക് ആളുകളെ ട്രെയിൻ ചെയ്യുന്ന കേന്ദ്രങ്ങൾ, സെന്റേഴ്സ് ആയിട്ട്
കുടുംബങ്ങൾ ആകണം. കുഞ്ഞുങ്ങളെ ദൈവത്തിനായിട്ട് വളർത്തിയെടുക്കുന്ന ഉത്തരവാദിത്തമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. മോശയെയും ശമൂവേലിനെയും ശ്രദ്ധിക്കുമ്പോൾ അവരുടെ അമ്മമാരാണ് അതില് മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇന്ന് കുട്ടികളെ വചനം പഠിപ്പിക്കുന്നത് സൺഡേ സ്കൂൾ ടീച്ചർമാരുടെ ജോലിയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നും. അതൊരിക്കലുമല്ല. അത് മാതാപിതാക്കളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. സൺഡേ സ്കൂൾ ആകെ ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ നമ്മളുടെ കൂടെയാണ്. നമ്മൾ അവരിൽ സമയം ചെലവഴിക്കുകയും ദൈവവചനം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന വഴി അവരുടെ ജീവിതങ്ങളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം വരുമ്പോൾ ദൈവം അവരെ അതിനായിട്ട് ബലപ്പെടുത്തും. നമുക്കറിയാം, മോശെ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ശമൂവേൽ ബാലൻ വളരെ ചെറുപ്പത്തിലെ ഏലിയുടെ ഭവനത്തിൽ വന്നെത്തി. അവിടെ ഏലിയുടെ മക്കളുടെ ജീവിതം എങ്ങനെയായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അവരവരുടെ ജഡത്തിനും അവരുടെ മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് ജീവിച്ചു. ഒരു പ്രവാചകന്റെ മക്കളായിരുന്നു. പുരോഹിതന്റെ സമാഗമന കൂടാരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ആളുകളായിരുന്നെങ്കിലും അവര് ദൈവഹിതത്തിനനുസരിച്ചല്ല ജീവിച്ചത്. പക്ഷേ അവിടെ ആണ് ശമൂവേൽ ബാലൻ ജീവിച്ചത്. എന്നിട്ടും ദൈവശബ്ദം കേൾക്കാനും ദൈവശബ്ദത്തിന് അനുസരിച്ച് ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കാനായിട്ട് ശമൂവേൽ ബാലന് സാധിച്ചു. അപ്പോ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നമ്മൾക്ക് അമ്മമാരായ നമ്മൾക്ക്, സഹോദരിമാരായ നമുക്ക് കുഞ്ഞുങ്ങളുടെ മേല് വളരെയധികം സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കും. വളരെ ചെറുപ്പത്തിൽ, വളരെ നിസ്സഹായ അവസ്ഥയിലാണ് കുഞ്ഞുങ്ങൾ നമ്മുടെ കരങ്ങളിലേക്ക് വന്നു ചേരുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മമാരുമായിട്ടാണ് അവർ ആദ്യം കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക്, സ്ത്രീകളായ സഹോദരിമാരായ നമുക്ക് വളരെയധികം ഉത്തരവാദിത്വമുണ്ട്. തീമോഥെയോസിന്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അവന്റെ അമ്മയ്ക്കും വലിയമ്മയ്ക്കും അതിൽ വളരെ പങ്കുണ്ടെന്ന് പൗലോസ് എടുത്തു പറയുന്നുണ്ടല്ലോ. പറഞ്ഞു പഠിപ്പിക്കുന്നതിനേക്കാള് കണ്ടു പഠിക്കുകയാണ് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. അവരുടെ റോൾ മോഡൽസ് ആദ്യം എപ്പോഴും മാതാപിതാക്കളായിരിക്കും. നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ അവര് ശ്രദ്ധിച്ചു നോക്കി ഒബ്സർവ് ചെയ്താണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളർത്തപ്പെടുന്ന സാഹചര്യം അവരെ വളരെയധികം സ്വാധീനിക്കും. ശിഷ്യത്വത്തിന്റെ പാതയിൽ അവരെ വളർത്താനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കുന്നിടത്തോളം മറ്റാർക്കും സാധിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സൺഡേ സ്കൂളും സഭയും ഒക്കെ അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെങ്കിൽ തന്നെയും കുടുംബത്തിലെ സാഹചര്യങ്ങൾ കുഞ്ഞുങ്ങളെ വളരെ സ്വാധീനിക്കും. വീട്ടില് അടുക്കും ചിട്ടയും ഒരു ഓർഡറും ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അത് തന്നെയായിരിക്കും നമ്മുടെ മക്കളുടെ ജീവിതത്തിലും കാണുക. യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കും ആ സ്വഭാവം തനിയെ അവരുടെ ജീവിതത്തിൽ വരും. നമ്മൾ എന്തിനാണ് പ്രാധാന്യം നമ്മുടെ കുടുംബത്തിൽ കൊടുക്കുന്നതെന്ന് അനുസരിച്ച് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും പ്രാധാന്യം ഉണ്ടാകും. ആദ്യത്തെ 3-4 വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പഠിപ്പിക്കുവാനും തിരുത്തുവാനുമുള്ള സമയം അതാണ്. ദൈവകൃപയിൽ ആശ്രയിച്ച് അത് നന്നായി ഉപയോഗിച്ചാൽ നമുക്കും മോശയെയും ശമൂവേൽ പ്രവാചകനെയും പോലെയുള്ള ദൈവഭക്തരെ മെനയാനായിട്ട് സാധിക്കും. അവർക്ക് അവരുടെ ജീവിതങ്ങളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചതിന് പിറകിൽ അവരുടെ കുടുംബത്തിന്റെ സ്വാധീനം വളരെയധികം ഉണ്ടായിരിക്കും. ശമൂവേൽ ബാലന്റെ അമ്മയും അമ്മയുടെ പ്രാർത്ഥനയും ഉപദേശങ്ങളും അതിന് പുറകിൽ ഉണ്ടായിരുന്നിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മാതാക്കൾക്ക് മക്കളുടെ മേലുള്ള സ്വാധീനം വളരെ ഏറെയാണെന്നുള്ളത് ഒരു പഴഞ്ചൊല്ല് യെഹെസ്കേൽ പ്രവചനത്തിലുണ്ട്. യഥാ മാതാ തഥാ പുത്രി.
യെഹെസ്കേൽ പ്രവാചകൻ എഴുതിയിരിക്കുന്ന ഒരു ചൊല്ലാണത്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ മക്കളെ വളർത്തുമ്പോൾ മക്കളിൽ നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുകയും അവരെ ശിഷ്യന്മാരാക്കി തീർക്കുകയും ചെയ്യുമ്പോൾ അവരിലൂടെ അവരുടെ തലമുറയെ മുഴുവനാണ് നമ്മൾ സ്വാധീനിക്കുന്നത് നമ്മൾ ഓർക്കണം. പലപ്പോഴും നമ്മൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അങ്ങനെ കുഞ്ഞുങ്ങൾക്കായിട്ട് സമയം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. മക്കളിലൂടെ അവരുടെ കൂട്ടുകാരെ നമുക്ക് ആകർഷിക്കാം. അവർ പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവരുടെ സ്വാധീനം വലുതായിരിക്കും. അതുകൊണ്ട് നല്ല ശിഷ്യന്മാരെ വളർത്തുവാനായിട്ട് നമ്മളുടെ കുടുംബങ്ങൾ കാരണമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് തുറന്ന ഭവനങ്ങൾ വളരെ ആവശ്യമാണ്. തുറന്ന ഭവനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവജനത്തിനും ദൈവിക കാര്യങ്ങൾക്കുമായിട്ട് ആളുകൾക്ക് കടന്നു വരുവാനും ഉപയോഗിക്കാനും പറ്റുന്ന ഭവനങ്ങൾ. നമ്മുടെ കർത്താവ് ഈ ലോകവാസകാലത്ത് അങ്ങനെയുള്ള ഭവനങ്ങൾ ഉപയോഗിച്ചത് നമുക്കറിയാം. തനിക്കും ശിഷ്യന്മാർക്കും ആതിഥ്യം അരുളിയ അനേക ഭവനങ്ങളുണ്ട്. വളരെ സുപരിചിതമാണ് നമുക്ക് ലാസറിന്റെയും മാർത്തയുടെയും മറിയയുടെയും ഭവനം. കർത്താവും ശിഷ്യന്മാരും പലപ്പോഴും ആ ബഥാനിയിലെ ഭവനത്തിൽ വിശ്രമിച്ചു. കർത്താവും ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം ചുരുങ്ങിയത് ഒരു 15-20 പേരെങ്കിലും ഉണ്ടായിരിക്കും. അത്രയും പേരെ വീട്ടിൽ കൈക്കൊള്ളുകയും അവർക്ക് ആവശ്യമായതെല്ലാം ഒരുക്കി കൊടുക്കുകയും ചെയ്യുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ തന്റെ അന്ത്യ പെസഹ കഴിക്കാനായിട്ട് സ്ഥലം ഒരുക്കാനായിട്ട് ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ പട്ടണത്തിൽ ചെല്ലുക, അവിടെ ഒരു വ്യക്തിയെ കാണും, വെള്ളം ചുമന്നുകൊണ്ട് വരുന്ന ഒരാളെ. അയാൾ ഒരു വൻ മാളിക കാണിച്ചു തരുന്നതാണ്, വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക. കൂടുതലൊന്നും നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല. ഏതായാലും കർത്താവിന് വേണ്ടി അങ്ങനെ തുറന്ന് കൊടുക്കാനായിട്ട് തയ്യാറുള്ള ആളുകൾ അന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷവും കർത്താവിന്റെ അന്ത്യകാലത്തെ സംസാരങ്ങളും ഒക്കെ ചെയ്യുന്നത് ഓരോ ഭവനങ്ങളിലാണ്. പെന്തക്കോസ്ത് നാൾ വരെ 120 പേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ച ഒരു വീട്. ആദിമസഭകൾ മിക്കപ്പോഴും വീടുകളിലാണ് കൂടിയെന്ന് നമുക്കറിയാം. ലുദിയ തന്റെ ഭവനം അപ്പോസ്റ്റലന്മാർക്കായിട്ട് തുറന്നു കൊടുത്തു. ഇന്ന് നമുക്ക് അങ്ങനെ ഭവനങ്ങൾ തുറന്ന് കൂടിവരവുകൾക്കായിട്ട് ഒക്കെ കൊടുക്കാൻ വളരെ പ്രയാസമാണ്. അതിന് പുറകിൽ അധ്വാനമുണ്ട്. പലപ്പോഴും ഇന്ന് അതിന് താല്പര്യമുള്ളവർ കുറവാണ്. അതുപോലെ തന്നെ നമ്മള് അക്വിലാവിനെയും പ്രിസ്കില്ലയും കുറിച്ച് വായിക്കുമ്പോൾ അവരുടെ വീട് ചില അപ്പല്ലോസ്മാർക്കായിട്ട് തുറന്നു കൊടുത്തു. അവരൊന്നിച്ചിരുന്ന് അവിടെ വചനം പഠിക്കാനും ദൈവവചനത്തിൽ അറിവ് കുറഞ്ഞവരെ അതിൽ അഭ്യസിപ്പിക്കുവാനും ഒക്കെ മെനക്കെട്ടു അവര്. നമുക്ക് പലപ്പോഴും സമയമില്ല എന്നുള്ളൊരു ഒഴികഴിവ് പറഞ്ഞ്, തിരക്കാണെന്ന് പറഞ്ഞ് നമ്മൾ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കാറാണ് പതിവ്. പക്ഷേ കർത്താവിനെന്ന പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണെന്ന് നമ്മൾ മറന്നു പോകുന്നതുകൊണ്ടാണോ നമുക്കതിൻ്റെ ഒരു മടി വരുന്നതെന്ന് എനിക്കറിയില്ല. അതിഥികൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതിൽ ഗായോസ് വിശ്വസ്തത കാണിക്കുന്നു എന്നാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, അതിഥികൾക്ക് വേണ്ടി അധ്വാനിക്കുക. അങ്ങനെയുള്ളവരെ സൽക്കരിക്കുന്ന വഴി നാം സത്യത്തിന് കൂട്ടുവേലക്കാരാകുന്നു എന്നാണ് 3 യോഹന്നാനിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും അങ്ങനെ ചിന്തിക്കാറില്ല. ദൈവമക്കളെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുന്നത് വഴി നമ്മൾ സത്യത്തിന് കൂട്ടുവേലക്കാർ, ദൈവത്തിന് കൂട്ടുവേലക്കാർ, ദൈവവചനത്തിന് കൂട്ടുവേലക്കാർ ആകുകയാണ് ചെയ്യുന്നത്.
അതുപോലെ പഴയ നിയമത്തിലും അങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾക്കറിയാം. എലീശ പ്രവാചകനായിട്ട് ഒരു മുറി ഉണ്ടാക്കി കൊടുത്ത ശൂന്യംകാരത്തി. അവളോട് ആരും പറഞ്ഞിട്ടല്ല, പലപ്പോഴും അതുവഴി പോകുന്ന എലീശായെ അവൾ ശ്രദ്ധിച്ച് അതൊരു ആവശ്യമാണ് അദ്ദേഹത്തിനെന്ന് തോന്നി. തനിക്ക് കഴിവുള്ളത് കൊണ്ട് അവൾ അത് ചെയ്തു. ദൈവമക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് നമ്മളാൽ ആവോളം നിവർത്തിച്ചു കൊടുക്കുന്നത് കുടുംബത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ സരാഫാത്തിലെ വിധവ ഏലിയാവിന് വേണ്ടി തന്റെ ഇല്ലായ്മയിൽ അവനെ സൽക്കരിച്ച് വലിയ അനുഗ്രഹം തന്റെ ജീവിതത്തിൽ നേടിയെടുത്ത സ്ത്രീയാണ്. നമ്മുടെ ഭവനങ്ങളെ ഇതുപോലെ ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്കായിട്ട്, അഭിവൃദ്ധിക്കായിട്ട് ഉപയോഗിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസും കൂലിക്ക് വാങ്ങിയ വീട്ടില് പാർത്ത് തന്റെ അടുക്കൽ വരുന്നവരെയൊക്കെ കൈക്കൊണ്ട് ദൈവരാജ്യം പ്രസംഗിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഒരു വാടക വീട്ടിലാണ് പൗലോസ് താമസിച്ചിരുന്നത്. പല പരിമിതികളുണ്ടായിരുന്നു, എങ്കിലും അവിടെയും ആളുകളെ കൈക്കൊണ്ട് ദൈവവചനം, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുവാൻ അദ്ദേഹം സമയം കണ്ടെത്തി. നമ്മുടെ ഭവനങ്ങളും ദൈവരാജ്യത്തെ പ്രകീർത്തിക്കുന്ന, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വേദികളായി തീർക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഭവനങ്ങളിൽ കൂടെ നമുക്ക് ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്കായി ചെയ്യാവുന്ന വളരെയധികം കാര്യങ്ങളുണ്ട്. അതിലെല്ലാം നമ്മളുടെ ശ്രദ്ധയുണ്ടായെങ്കിൽ നമുക്ക് ദൈവജനത്തെ മാത്രമല്ല പുറം ലോകത്തെയും സ്വാധീനിക്കാനായിട്ട് സാധിക്കും. ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധി നമ്മളുടെ കുടുംബങ്ങളിൽ നിക്ഷിപ്തമാണെന്നുള്ള ബോധം നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ അത്രയും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. കുടുംബമായിട്ട് നമ്മൾക്ക് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായിട്ട് കൂടുതൽ പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കും. താങ്ക് യു മോളി ആൻറ്റി. ഞങ്ങളുടെ ഇന്നത്തെ ഈ സായാഹ്നം ഇത്ര മനോഹരമായ ചിന്തകളിൽ മനോഹരമാക്കിയതിന് നന്ദി പറയുന്നു. അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് കേട്ടാണ് തുടങ്ങിയത്. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പല നിർവചനങ്ങളും കേട്ടിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വാഴ്ചയിൽ സഹകാരിയാകാൻ വേണ്ടിയിട്ട് നമ്മളെ ദൈവം സൃഷ്ടിച്ചാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കുടുംബം ദൈവരാജ്യത്തിൽ എങ്ങനെ പങ്കാളിയാകും എന്ന് നമ്മൾ കണ്ടു. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടത് ദൈവിക ഗുണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നവരാകുക എന്നാണ് കണ്ടത്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ദൈവിക ഗുണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നവരായിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. നമുക്ക് വരുന്ന പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിക്കുവാനും അതിന് പരിഹാരം ഉണ്ടാക്കുവാനും നമുക്ക് സാധിക്കണം. അതിനായിട്ട് നമുക്ക് ഒരുക്കത്തോടുകൂടെ ആയിരിക്കാം. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവാരാധനയും പ്രാർത്ഥനയും വഴി നമുക്ക് ദൈവത്തെക്കുറിച്ച്, ദൈവ ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഇടയാകും. അങ്ങനെ നമ്മൾക്ക് ഈ അന്ധകാരത്തിന്റെ അധിപതിയായ പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം നേടുവാനും ദൈവത്തെ കൂടുതൽ അറിയുവാനും ദൈവത്തെ മുറുകെ പിടിക്കുവാനും സാധിക്കും. സഹോദരിമാരായ നമുക്ക് കുടുംബത്തിൽ ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ദൈവരാജ്യത്തിൽ കുടുംബത്തിന്റെ സ്ഥാനം അത് ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. രണ്ടാമത് നമ്മൾ കണ്ടത് കുടുംബങ്ങൾ ശിഷ്യത്വ പരിശീലന കേന്ദ്രങ്ങളായി മാറണം എന്നതാണ്. നമുക്കറിയാം, നമ്മൾ വീട്ടില് ഉള്ള മക്കളെ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ മുതൽ അവര് നമ്മളെ ആശ്രയിച്ചാണ് അവര് വളർന്നു വരുന്നത്. എന്തിനും നമ്മളിലാണ് ആശ്രയം അവർ വെക്കുന്നത്. അപ്പോൾ നമുക്ക് അവരിൽ കൂടുതൽ പങ്ക് ഉണ്ട്. അവരെ ദൈവകാര്യത്തിൽ വളർത്തുന്നതിനും ദൈവത്തിന്റെ നല്ല ശിഷ്യന്മാരെ, കർത്താവിനെ നല്ല ശിഷ്യരാക്കി തീർക്കുന്നതിലും നമുക്ക് വളരെ പങ്കുണ്ട്. നമുക്ക് ശമൂവേലിന്റെ അമ്മേനെ നമുക്ക് ഓർക്കാം. അത്ര ചെറുപ്പത്തിൽ തന്നെ മകനെ ദൈവിക കാര്യങ്ങൾക്കായിട്ട് വിട്ടുകൊടുക്കുകയും ദൈവിക കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയും എല്ലാം ചെയ്തത് നമ്മൾ ധാരാളം വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിമോത്തിയോസിന്റെ അമ്മേനെയും വല്യമ്മേനെയും എടുത്തു പറയുന്നു. അപ്പോൾ അവരെത്രത്തോളം മകനെ ദൈവിക കാര്യങ്ങൾക്കായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, അവനെ എത്രത്തോളം ഭക്തിയിൽ വളർത്തുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നതിനൊരു സൂചനയാണ് അവർ രണ്ടുപേരുടെയും കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നു എന്നത്
അപ്പോൾ അതുപോലെ തന്നെ നമുക്കും വലിയൊരു ഉത്തരവാദിത്വമാണ് ഉള്ളത്. നമ്മുടെ മക്കളെ ദൈവിക കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് ശ്രമിക്കാം. നമ്മൾ നമുക്ക് ശ്രമം സാധ്യമാകുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ ജീവിതം എങ്ങനെ ഇത് ഏറ്റവും മാതൃകപ്രകാരമാക്കാവോ അങ്ങനെ മാതൃകപ്രകാരമാക്കിയാൽ മാത്രമേ മക്കളും അത് കണ്ടു പഠിച്ച് വളർന്നു വരുവുള്ളൂ. അവർക്ക് ഒരു ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ഉത്സാഹവും ഉണർവും അവർക്ക് ലഭിക്കുകയുള്ളൂ. നമ്മളെ മാതൃകയാണ് ആക്കുന്നത് മക്കള്. ആ ബോധ്യത്തോടെ നമ്മൾ സകലത്തിനും മാതൃകയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ 3ാമത്തെ പോയിന്റായിട്ട് പറഞ്ഞത് ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് തുറന്ന ഭവനം ആവശ്യമാണെന്നാണ്. നമുക്കറിയാം, മാർത്തയുടെയും മറിയയുടെയും ഭവനത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ അതിഥി സൽക്കാരത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കർത്താവിന് എത്രത്തോളം സന്തോഷത്തോടെ ആ ഭവനം അവരെ കൈക്കൊണ്ടു എന്ന് നമ്മൾ കേട്ടു. അതുപോലെ എത്ര ആളുകളുണ്ടെങ്കിലും സൽക്കരിക്കാനും ഒരു മടിയും ഇല്ലാത്ത ഒരു ഭവനമായിരുന്നു. അതുപോലെ നമുക്കും അങ്ങനെ ഒരു ഭവനമായിട്ട് നമുക്ക് തീരേണ്ടതുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ആദിമ സഭകളിലൊക്കെ ആരാധന സഭായോഗങ്ങളൊക്കെ കൂടി വന്നിരുന്നത് എവിടെയാണെന്ന് നമുക്ക് അറിയാം, ഭവനങ്ങളിലാണ്. അപ്പോഴും ഭവനങ്ങൾ അതിനായിട്ട് ഒരുക്കിയ ധാരാളം മക്കളുണ്ട്. അപ്പൊ അക്കുഞ്ഞാമൻ പ്രിസ്കില്ലേനെയും നമ്മൾ കേട്ടു, അവരെ കുറിച്ച് കേട്ടു. അവരുടെ ഭവനവും അവിടെ ഒരു സഭയുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എത്രത്തോളം അവര് ഒരുക്കത്തോടെ ആയിരുന്നു എന്ന് നമുക്ക് ഓർക്കാം. അതിന്റെ അനുഗ്രഹവും ആ ഭവനങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വാക്യം ശ്രദ്ധിച്ചു, ദൈവമക്കളെ അങ്ങനെ സൽക്കരിക്കുന്ന വഴി സത്യത്തിന് കൂട്ടാളികളായി തീരുന്നു. നമ്മൾ പലപ്പോഴും അത് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ സൽക്കരിക്കുക വഴി, അതിങ്ങനെ ദൈവമക്കളെ കൈക്കൊള്ളുക വഴി, അവർക്കായിട്ട് നമ്മുടെ ഭവനങ്ങൾ തുറന്നു കൊടുക്കുക വഴി നമ്മൾ സത്യത്തിന് കൂട്ടുകാരായിട്ട് തീരുകയാണ് എന്ന കാര്യം നമ്മൾ ഇനിയും ഓർമ്മയിൽ വെക്കുക. നമ്മുടെ ഇല്ലായ്മകളോ സൗകര്യക്കുറവുകളോ ഒന്നും അതിനൊരു തടസ്സമല്ല. നമുക്കറിയാം, സാരഫാത്തിലെ വിധവയായിരുന്നു. എന്നിട്ടും ഇല്ലായ്മയിൽ നിന്നും ദാസിനെ സംരക്ഷിപ്പാൻ മകൾക്ക് ഇടയായി എന്ന് നമുക്ക് ഓർക്കാം. അപ്പോൾ നമുക്ക് ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്കായിട്ട് നമ്മുടെ കുടുംബങ്ങളെ യഥാസ്ഥിതിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. നമ്മുടെ ഓരോ കുടുംബങ്ങൾക്കും അത്രയും വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ കുടുംബങ്ങൾക്കുണ്ട്. അപ്പോൾ നമുക്ക് അത് ശ്രമിക്കാം. സഹോദരിമാർക്ക് പ്രത്യേകിച്ചും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ ആയിരിക്കാം. ഒരിക്കലും നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ ആത്മീയ മേഖല തകർന്നു പോകുവാൻ ഇടവരരുത്. അതിനായിട്ട് സാത്താന്റെ പ്രവർത്തനങ്ങൾക്കൊന്നിനും ഇടവയ്ക്കരുത്. അതിനുവേണ്ടി നമുക്ക് ഏറ്റവും ശ്രദ്ധയോടെ ദൈവവചനത്തില് ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. ഇത്രയും നല്ലൊരു ചിന്ത ഞങ്ങൾക്ക് തന്ന ആന്റിക്ക് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയ സഹോദരിമാർക്കും നന്ദി പറയുന്നു.